यीशु मसीह भी अपने चेलों को इस धरती पर इसलिए रखा है कि जो प्रभु ने रखा हुआ कुछ कामों को, श्रेष्ठ कामों को पूरा करे। നമ്മെയും ആക്കി വെച്ചത് കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ഒക്കെ ചെയ്തതിന്റെ ബാക്കി ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ്. हमें भी यहाँ पर इसलिए रखा है कि प्रभु यीशु मसीह ने जो किया है और चेलों लोग भी किया है, जो श्रेष्ठ कार्य है उसको पूरी करने के लिए हमें रखा है। അവിടെ പറയുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കണം. यहाँ पर जो कहता है जो शेष रही हुई बातों को तुम सुधारे। ക്രമം എന്ന വാക്കിന്റെ അർത്ഥം രീതി, ക്രമീകരണം, അനുക്രമം, നീതി, നടപടി എന്നൊക്കെയാണ്. जो सुधारने का जो मतलब है कि उसको नियम के अनुसार करना, एक नियंत्रित विधि से करना, उसको धार्मिकता से करना, ऐसा कई सारे मतलब रहता है। അപ്പോ ഇവിടെ ഈ ക്രേത്തയിലുള്ള സഭ ഒരു ക്രമീകരണമില്ലാതെ മുൻപോട്ട് പോകുന്നതാണ് പൗലോസിനെ കാണുവാൻ കഴിഞ്ഞത്. यहाँ पर जो क्रेता का कलीसिया है, पौलुस उसके बारे में देखने के समय एक रीति से नहीं चल रहा है, नहीं तो एक क्रम के अनुसार नहीं चल रहा है करके पौलुस को मालूम है। അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ തീത്തോസിനെ ആക്കി വെക്കുവാനിടയായി. इसी कारण पौलुस तीतोस को वहां पर रख के कहता है तुम उसको सुधारे। ദൈവസഭകൾ അല്ലെങ്കിൽ ദൈവജനം ഒരു ക്രമം അനുസരിച്ച് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസിന് കൂടെ ഈ വാക്കുകൾ ഓർപ്പിക്കുവാനിടയായത്. यहाँ पर पौलुस के द्वारा इस बातों को इसलिए कहा जाता है कि परमेश्वर के कलीसिया, परमेश्वर के लोग एक क्रम के अनुसार आना चाहिए। പൗലോസ് പലപ്പോഴും പല സഭകളോടും പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല, ക്രമമായി പോകണമെന്ന് പറയുന്ന പല അനുഭവങ്ങളുമുണ്ട്. पौलुस कई सारे कलीसियों को ये बातें कहते हैं कि ऐसा ही तुम चलाएगा तो कुछ फायदा नहीं है, इसी कारण एक क्रम के अनुसार वो सब कुछ सुधारना। തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 ലേഖനം അതിന്റെ 3-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ दूसरा തെസ്സലോനിക്ക പത്രി उसके 3रा अध्याय उसके 11 आयत हम पढ़ेगा तो നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. हम कहते हैं कि हम सुनते हैं कि कितने लोग तुम्हारे बीच में अनुचित चाल चलते हैं और कुछ काम नहीं करते, पर औरों के काम में हाथ डालना करता है। അപ്പോ ഇവിടെ പറയുകയാണ് വേല ചെയ്യാതെ പരകാര്യം നോക്കി ഓർഡർ ഇല്ലാതെ ക്രമമില്ലാതെ പോകുന്നു എന്ന് പറയുന്നു. यहाँ पर कहते हैं कि कितने लोग ऐसा है कि जो काम नहीं करते हैं, दूसरों के विषयों में हाथ डालता है और अनुचित चाल नहीं चलते हैं। അങ്ങനെ ക്രമം കെട്ട് പരകാര്യം നോക്കി നടക്കുന്ന വ്യക്തികളെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ അതിന് മുൻപുള്ള 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. यहाँ पर जो उचित चाल नहीं चलने वाले लोगों से उनके 6वां आयत में ऐसे कहते हैं कि ए भाइयों, हम तुम्हें अपने प्रभु यीशु मसीह के नाम से आज्ञा देता हूं कि हर एक ऐसी जो भाई से अलग रहे, जो अनुचित चाल चलता और जो शिक्षा उनसे हमसे पाई उसके अनुसार नहीं करता। അപ്പോ ദൈവം നമ്മളെ ആക്കി വെച്ചത് മറ്റുള്ളവരുടെ കാര്യം നോക്കാനല്ല, നമ്മുടെ കാര്യം നോക്കാനാണ്. परमेश्वर ने हमें इसलिए रखा है कि हम दूसरों के कामों को देखने के लिए, दूसरों के बारे में कुछ परखने के लिए नहीं है, अपने आप को परखने के लिए। ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ചിലരൊക്കെ ജീവിക്കുന്നത് പരകാര്യം നോക്കിയാ, അല്ലാതെ സ്വന്തം കാര്യം നോക്കിയല്ല. यहाँ पर पौलुस कहते हैं कई लोग ऐसा जो चलते हैं वो अपने बारे में नहीं करते हैं, अपने कामों को नहीं देखते हैं, दूसरों के कामों को देख के चलते हैं। നമ്മള് പലപ്പോഴും നമ്മുടെയും ജീവിതം ഇങ്ങനെയൊക്കെയാണ്.
നമ്മൾ മറ്റുള്ളവരുടെ കാര്യമാ നമ്മുടെ കാര്യത്തെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. कभी कभी ऐसा होता है, हम भी अपने कामों को देखने के बदले हम दूसरों के कामों के बारे में ज्यादा ध्यान करते हैं। ഇപ്പോ ഒരു പ്രവാചകൻ വന്ന് നമ്മളോട് ദൂത് പറയാന്നിരിക്കട്ടെ, നമ്മളോട് പറഞ്ഞത് നമ്മൾ വലിയ മൈൻഡ് ചെയ്യത്തില്ല. മറ്റൊരാളോട് പറഞ്ഞ കാര്യമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടോ, അവളോട് പറഞ്ഞതാ അല്ലെ അവനോട് പറഞ്ഞതാ, അവരുടെ കാര്യമാണ് നമ്മുടെ വിഷയം. एक भविष्यवक्ता वक्ता हमारे बीच में आके जो अपने बारे में भविष्यवाणी करेंगे उसको हम ध्यान नहीं देता है। दूसरों को जो भविष्यवाणी करते हैं उसके बारे में हम बोलते हैं कि देखो उनको ऐसा बोला है, उनके बारे में ऐसा कहा है करके हम दूसरों के बारे में सोचता है। നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ വിരൽ ചൂണ്ടിയിട്ട് പറയും, ആ പുള്ളി അങ്ങനെയാണ്, ഈ പുള്ളി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ക്രമീകരിക്കാൻ നമ്മൾ നടക്കാറുണ്ട്. हमारे बारे में हमारे जीवन में कई सारे कामों का क्रम के अनुसार करना है, जो सीधा करना है वो हम नहीं देखते हैं। हम दूसरों के बारे में बोलते हैं कि देखो उसने ऐसा चलते हैं, वो ऐसा करना चाहिए, वैसा करना चाहिए करके दूसरों के बारे में हम ज्यादा बात करते हैं। ഈ 2 തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനം 3:6-11 വാക്യം വായിക്കുമ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്. ये दूसरा थिस्सलुनीके पत्री 3 अध्याय उसकी 11 आयत और 6वां आयत हम पढ़ेगा तो इधर अनेक बातों को प्रेरित पौलुस कहते हैं। അവിടെ പൗലോസ് പറയുന്ന ഒന്നാമത്തെ കാര്യം ചിലർ വേല ചെയ്യുന്നില്ല എന്നുള്ളതാണ്. यहाँ पर पौलुस कहता है जो पहले बात यही है, कुछ लोग काम नहीं करते हैं, ചിലർ പരകാര്യം നോക്കി നടക്കുന്നുള്ളതാണ്. कुछ लोग दूसरों के बारे में दूसरों के कामों को ढूंढ के चलते हैं। 6 വാക്യം വായിക്കുമ്പോൾ പ്രമാണം വിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. 6वां आयत पढ़ने के समय ऐसा लिखा है कि उन्होंने जो व्यवस्था छोड़ के चलते हैं। ഇന്ന് നാം കാണുന്നത് പ്രമാണം വിട്ട് നടക്കുന്ന ഒരു വലിയ ആത്മീയ ഗോളത്തെയാണ് കാണുന്നത്. आज भी हम देखते हुआ ये बात है कि उन लोग जो व्यवस्था छोड़ के चलने वाला बहुत सारे हैं। അനേകര് സ്വയം അങ്ങ് പാസ്റ്റർമാരായിട്ട് അല്ലെങ്കിൽ സുവിശേഷകരായിട്ട് അങ്ങ് സ്വയം അവരോധിക്കുകയാണ് അവർ. कई लोग ऐसा है कि अपने आप को पासवान बनाता है, नहीं तो अपने आप को जो बड़ापन दिखाता है। അവര് പറയുന്നതെല്ലാം വേദവാക്യം പോലെ കേൾക്കാൻ കുറച്ച് ആൾക്കാർ, हाँ, वह बोलते हुए बातों को सुनने के लिए वो है सबसे बड़ा वचन है करके सुन के चलने के लिए भी कुछ लोग रहता है। ചിലര് പ്രസംഗിക്കുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ ബോധ്യമില്ല, അവരെന്തൊക്കെയോ അങ്ങ് പ്രസംഗിക്കുകയാണ്. कुछ लोग जो भाषण देता है वो क्या है करके उनको भी मालूम नहीं है, लेकिन वो कुछ भी बोलते रहता है। ഇത് കേട്ടല്ല ഹല്ലേലൂയ സ്തോത്രം പറയാൻ കുറച്ച് സഹോദരിമാരും, ये सब सुन के हालेलुया धन्यवाद बोलने के लिए कुछ बहन लोग भी, അവരാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. इन्हीं बहन लोग है उनको आगे बढ़ाता है। നമുക്ക് ആവശ്യം ദൈവിക പ്രമാണമാണ്. हमको जो जरूरत है कि परमेश्वर की व्यवस्था है। ഈ പ്രമാണം ഇന്ന് പറയാൻ ആളുകളില്ല. परमेश्वर का इस व्यवस्था के बारे में बोलने के लिए आज लोग कम है। ദാവീദിന്റെ പുറകെ ഗോലിയാത്തിന്റെ പുറകെ ദാവീദ് ഓടിയെന്നും ശൗലിന്റെ പുറകെ ദാവീദ് ഓടിയെന്നും ഒക്കെ പറയാൻ ആളുണ്ട്. गोलियत के पीछे दावीद भागा है और दाऊद के पीछे शाऊल भागा है, ये सब बोलने के लिए लोग है। എന്നാൽ നീ നിന്റെ ജീവിതത്തെ ഒന്ന് പ്രമാണപ്രകാരം ക്രമപ്പെടുത്തണമെന്ന് പറയാൻ ആളില്ല. तू अपने जिंदगी को व्यवस्था के अनुसार, वचन के अनुसार नियंत्रण करना, क्रम के अनुसार आना करके बोलने के लिए कोई नहीं है। ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, ഏത് പാസ്റ്റർമാര് പറഞ്ഞാലും ഏത് വിശ്വാസികൾ പറഞ്ഞാലും അതിനൊന്നുമല്ല പ്രാധാന്യത. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണത്തിനാണ് പ്രാധാന്യത. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. प्रियोम, कोई विश्वासी बोलने से, कोई पासवान बोलने से नहीं है। हमारे पास दिया हुआ परमेश्वर के वचन है, उस व्यवस्था बोलते हुए जो वचन के अनुसार चलना वो है मुख्य बातों। ये विश्वास करने वालों के लिए मैं प्रभु को धन्यवाद करता हूँ। 6 വാക്യത്തിൽ പൗലോസ് പറയാം, സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട്. हमारे 6वां आयत में पौलुस कहता है, ये भाइयों हम तुमसे ये बताना चाहता हूं कि हमसे तुमने जो प्राप्त किया है उस व्यवस्था छोड़कर ക്രമം കെട്ട് നടക്കുന്നു. वो व्यवस्था छोड़ के अनुचित चाल चलता है। ഇന്ന്
നാം നോക്കുമ്പോൾ ആത്മീയ ഗോളത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. आज हम आत्मी का जो वातावरण में हम देखते हुए सबसे मुख्य एक विषय है, ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ ദൈവം നമുക്ക് നൽകിയ തിരുവെഴുത്തുകളെ വിട്ടുകളഞ്ഞിട്ട് ഒരു ക്രമവുമില്ലാതെ ഒരു ഓർഡറുമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുക. परमेश्वर के दासों के द्वारा हमें दिया हुआ जो आज्ञाओं को तोड़कर कोई व्यवस्था के बिना अनुचित चाल चलते हुए लोग भागते हैं. അവരുടെ കൂടെ പോകാൻ ഒരു പറ്റം ജനവും उनके साथ जाने के लिए कुछ लोग भी रहते हैं. തെസ്സലോനിക്കർക്ക് ഒന്നാമത് ലേഖനം എഴുതുമ്പോൾ താനത് പറയുന്നുണ്ട്. ഒന്നാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 14-ാം വാക്യത്തില്, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. जैसे पहले तेसलोनिके पत्री उसके 5वां अध्याय उसके 14 आयत में पौलुस ने ये बताता है कि और हे भाइयों, हम तुमसे समझाते हैं कि जो ठीक चाल नहीं चलते उनमें से उनको समझाओ. അപ്പൊ ക്രമം കെട്ട് നടക്കുന്നവരെ ആദ്യം ഒന്ന് ഉപദേശിച്ചു നോക്കണം, ഇവൻ ശരിയായി വരുമോന്ന്. जो अनुचित चाल चलता है उनको समझा के देना है कि वो सीधा चाल चलेगा क्या. ഇല്ലെങ്കിലേ അവനോട് അകലാവൂ. नहीं तो उनसे दूर रहना. ഇന്ന് ക്രമം കെട്ട് നടക്കുന്നതാണോ അതോ ക്രമത്തിൽ നടക്കുന്നതാണോ എന്നൊന്നും അറിയാൻ വയ്യാത്തൊരു കാലമാണ്. आज का जमाना जो ऐसा हो गया है कि वो क्रम के अनुसार चलते हैं क्या या अनुचित चाल चलते हैं क्या. നാം ഒരു വ്യക്തിയെ കണ്ടാൽ ഒന്ന് വിലയിരുത്തണം. ഈ ആള് ക്രമമായി ഓർഡറായി ദൈവവചന പ്രകാരം പ്രമാണപ്രകാരം പോകുന്ന ആളാണോ എന്ന്. एक व्यक्ति को देखिएगा तो हम समझना कि ये व्यक्ति उचित चाल चलते हैं क्या या अनुचित चाल चलते हैं. ഈ പ്രമാണം പറയുമ്പോ പലരുടെ മുഖം വാടും. जो व्यवस्था के बारे में बोलने के समय कई लोगों के मुंह एकदम उदास हो जाता है. പ്രമാണം പറയുമ്പോ പലരും വീഡിയോയിൽ വരത്തില്ല. व्यवस्था के बारे में बोलने के समय कई लोग वीडियो में नहीं आता है. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദിവസം ഒരു പ്രവാചകൻ ഇതിനകത്ത് വന്നപ്പം ഈ സകല എണ്ണോ വീഡിയോ ഓണാക്കി. मैंने देखा है कि एक बार एक बहुशुद्ध व्यक्ति यहाँ पर आने के समय प्रचार करने के लिए आया था, तभी सभी लोग अपने वीडियो ऑन करके बैठा. ഒരു 20 വർഷം മുമ്പ് മുതലേ അദ്ദേഹത്തെ എനിക്കറിയാവുന്ന. പുള്ളി പറഞ്ഞ പ്രവചനം എന്താന്ന് പുള്ളിക്കും അറിയത്തില്ല, കേട്ട ജനത്തിനും അറിയത്തില്ല. उसको मैं 20 साल से पहले जानते हूँ. वो बोला हुआ जो बातें वो भी नहीं जानता है, सुना हुआ लोग भी नहीं जानते हैं. അത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ഭയങ്കര ഉണർവാ. वो सुनने के समय हम सभी लोगों को बहुत जागृति होते हैं. ഞാൻ 26 വർഷത്തോളം പ്രവാചകനായിട്ട് കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തം സഞ്ചരിച്ച ഒരാളാ. मैं भी 26 साल से लेकर 26 साल केरला में और इंडिया पूरा एक बहुशुद्ध वक्ता होकर घुमा था. ഇപ്പോഴും ദൈവം തന്ന ദൂത് പറയുന്ന ആളാ. പക്ഷേ പറഞ്ഞാൽ ജീവിതത്തിൽ ക്രമീകരിക്കാനുള്ളത് ആദ്യം പറയുന്നത്. मैं अभी भी परमेश्वर देगा तो मैं ये बातों को कहता हूँ, लेकिन जो बोलने वाला बात यह है कि पहले अपने जिंदगी को सीधा चाल चलाने के लिए उसको तैयारी करना. ഇന്ന് പലപ്പോഴും പ്രവചനം എന്ന് പറഞ്ഞാൽ താണ്ടെ ഞാനൊരു വഴി തുറക്കുന്നതായിട്ട് ഷെറീന ആന്റി നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി അങ്ങ് ഉണരും. आज का भविष्यवाणी तो ऐसा होते है कि ऐसा कहता है शरीर आंटी आपके लिए परमेश्वर एक बड़ा मार्ग खोल रहा है, ऐसा बोलने के समय और जाग उठ जाता है. ദൂത് പറയുമ്പോ പറയാം, ഷെറീന ആന്റി പഴയതുപോലെ പ്രാർത്ഥനയില്ല, ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊന്നും മടങ്ങി വരാമെങ്കിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് പറയാൻ പ്രവാചകനുണ്ടോ? लेकिन वो बोलने से अच्छा शरीर आंटी आप जो पहले का जैसा प्रार्थना में आगे नहीं बढ़ रहा हो, इसलिए जाग उड़ के वापस पहले का प्रार्थना के जैसा करो करके बोलने के लिए बहुशुद्ध वक्ता है क्या. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സഭയിൽ ചെന്നപ്പോ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് ദൈവം എന്നോട് പറഞ്ഞു, ആരുടെയും തലയെ കൈവെക്കണ്ട മോനെ, ഉള്ളത് വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു. അവസാനം ഒരു സഹോദരി കരഞ്ഞോണ്ട് എന്റെ അടുക്ക വന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ദാസേ എന്നോടുള്ള ദൂതായിരുന്നു ഇന്ന് പകൽ മുഴുവൻ പറഞ്ഞത്. मैंने एक कलीसिया में सेवकाई के लिए गया, वहां पर कलीसिया के सेवकाई होने के बाद परमेश्वर ने ऐसा कहा, तुम किसी का भी सिर पे हाथ नहीं रखना, जो बातें मैंने तुमको देता है तुम वो खुला बोल देना. जैसा मैंने
वैसा बोला। सेवकाई होने की बात एक बहन रोते हुए मेरे पास आके ऐसा कहा, ये पास्टर आज आपने जो वचन से बातें किया है, जो वचन बोला है, वो पूरा मेरे लिए भविष्यवाणी था, मेरे जीवन के अनुभव आपने बताया है। എന്റെ ആ വാസനയെ അതിന് മാന്തിയത്, എന്റെ ആ വസ്തു അവർ വെട്ടിക്കീറി എടുത്തത്, അത് ആരാന്നറിയാമോ? എന്റെ തൊട്ടപ്പുറത്ത് ഞാനിരുന്ന പായയുടെ അങ്ങേ അറ്റത്തിരുന്ന ആ വെള്ളയിൽ പച്ച പുള്ളിയുള്ള സാരി ഉടുത്തിരുന്നില്ലേ, ആ പുള്ളിക്കാരിയാ അതിരുകല്ല് മാറ്റിയെന്ന്. पास्टर, वो मेरा जमीन को उसने छीन लिया है, मेरा जो जमीन का सीमा को उसने तोड़कर अपने कर दिया है। वो दूसरा कोई नहीं है, मेरे साथ ये चटाई में जो बैठा है, जो उस कोना में बैठा हुआ, जो सफेद साड़ी में ग्रीन कलर का फूल है, उसी बहन ने किया है। അപ്പൊ ഈ അതിര് മാന്തിയ, അതിര് മാറ്റരുതെന്ന് ബൈബിൾ പറയുക. അതിര് മാന്തിയോളും അതിര് മാന്തപ്പെട്ടവളും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കൈയടിക്കുക. അവിടെ എന്തോ ദൂതാ പറയേണ്ടത്? हमें देखिए, जो बाइबल कहता है पहले से जो डाला हुआ जमीन का सीमा को हटाना नहीं, लेकिन ये सीमा को हटाया हुआ व्यक्ति जिसका जमीन छीन लिया, ये दोनों एक ही चटाई में बैठ के आराधना करता है, वहां पर कौन सा जो संदेश देना है? അതുപോലെ കൊതി ചൊണയും പറഞ്ഞേച്ച് വന്നിരിക്കുന്ന പുള്ളികൾ ഇരിക്കുന്നിടത്ത് എന്തോ ദൂതാ പറയണത്? അനുഗ്രഹിക്കുമെന്ന് പറയണോ? और दूसरा बात यह है, दूसरों के बारे में बुराई करके या चमचागिरी करके आके बैठा हुआ उनका बीच में कौन सा संदेश देना है? क्या परमेश्वर तुम्हें आशीष करेंगे? അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം എന്നോട് പറഞ്ഞത്, കുഞ്ഞെ കുറച്ച് പ്രവചിച്ചാ മതി, കാരണം പല പ്രവാചകന്മാരെ എനിക്കറിയത്തില്ലെന്ന്. आमीन। इसलिए परमेश्वर ने कहा है मुझे तो भविष्यवाणी कम करो, क्योंकि कई सारे भविष्यवक्ताओं को मैं नहीं जानता है। ഇന്ന് പല പ്രവാചകന്മാരെ, പല വീര്യപ്രവർത്തിക്കാരെ യേശുവിനെ അറിയത്തില്ല. आज के जो चिन्ह चमत्कार करने वाला होने दो, अगर जो भविष्यवाणी करने वाला होने दो, उसमें से कई सारे लोगों को परमेश्वर नहीं जानते हैं। മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 22 മുതൽ വായിക്കുമ്പോ ചിലര് വന്നിട്ട് പറയും, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രവചിച്ചതാ, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയതാ, അങ്ങയുടെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തതാ. मत्ती का सुसमाचार 7वां अध्याय 22वां आयत से कहते हैं कि उस दिन आके बोलेंगे, हम तेरे नाम से ऐसे चिन्ह चमत्कार किए थे, तेरे नाम से भविष्यवाणी किए थे, तेरे नाम से हम प्रार्थना किए थे, ऐसा वैसा काम किया है करके बोलेंगे। അപ്പൊ യേശു അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. तब यीशु उनसे कहेंगे, मैं तुम्हें कभी नहीं जानता हूं। അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിച്ചു വരുന്നതിന് താല്പര്യം, ദൈവമക്കളെ, ഒത്തിരി പ്രവചിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒത്തിരി വീര്യപ്രവർത്തി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, യേശുവിനെ എന്നെ നന്നായിട്ട് അറിയാമോ? आमीन। प्रियो, मैं आज सुबह ये बातें आपको बताना चाहता हूं कि आप बड़े चिन्ह चमत्कार ज्यादा नहीं किया है, ज्यादा भविष्यवाणी नहीं किया है, लेकिन ये व्यवस्था को अनुसार चलने के लिए, वो बोलने के लिए आप तैयार रहिए। ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ എന്റെ യേശുവിനെ അറിയാമോ? मैं जो करते हुए सेवकाई मेरे यीशु मसीह जानते हैं क्या? യേശുവിനെ അറിയാത്ത അനേക ശുശ്രൂഷകന്മാരുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. जो यीशु मसीह नहीं जानने वाला बहुत सारे सेवक लोगों से भरा हुआ एक समय में हम जीवित रहते हैं। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും യേശുവിനെ നമ്മളെ നന്നായി അറിയാമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം. इसलिए हम बड़े चिन्ह चमत्कार नहीं किया है तो भी यीशु मसीह हमको जानते हैं, तो वो है सबसे बड़ी बात। അതുകൊണ്ട് പ്രമാണം വിട്ടു നടക്കാതെ പ്രമാണത്തിലേക്ക് മടങ്ങി വരാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബുദ്ധിമുപദേശിക്കുക. इसी कारण परमेश्वर के आज्ञाओं को छोड़ के, व्यवस्था छोड़ के नहीं चलना है, वो व्यवस्था में वापस आने के लिए परमेश्वर की आत्मा हमें चेतावनी देते हैं। 50-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോ, 50वां भजन संगीत उसका 23वां आयत हम पढ़ने के समय, സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. धन्यवाद के बलिदान का चढ़ाने वाला मेरी महिमा करता है, और जो अपना चरित्र उत्तम रखता है उसको मैं परमेश्वर का किया हुआ उद्धार दिखाऊंगा। തന്റെ നടപ്പിനെ ഒന്ന് ക്രമപ്പെടുത്താനാ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. अपना जो चरित्र है वो उत्तम रखने के लिए परमेश्वर की आत्मा आज हमें अगुवाई देते हैं। നമ്മുടെ നടപ്പ് ക്രമപ്പെടുത്തിയാൽ ദൈവത്തിന്റെ രക്ഷ കാണാം.
हमारा जो चाल चलन, अगर हमारा जो चरित्र हम सीधा करेंगे, जो परमेश्वर का उद्धार को हम देख सकते हैं। ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതൽ കാണാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാനിടയായി തീരണം. आज सुबह परमेश्वर का छुटकारा हमारा जीवन में हम प्राप्त किया जाना है, तो हमारा जो चरित्र उत्तम रखना है, हमारा चाल चलन सीधा होना चाहिए. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 14-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, पहला कोरिन्थियों के पत्र 14 अध्याय उसका 39 वचन से हम पढ़ेगा तो, അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാഞ്ചിപ്പീൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കഴിമരുത്, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. सो हे भाइयों, भविष्यवाणी करने के धुन में रहो और अन्य भाषा बोलने से मना ना करो, पर सारी बातों सभ्यता और क्रमानुसार की जाए. അവിടെയും പൗലോസ് പറയുക, ദൈവസഭകൾക്കകത്ത് ക്രമമായുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടത്. यहाँ पर भी पौलुस कहता है क्रमानुसार सारे काम कलीसिया में होना चाहिए. പ്രവചനപരം വാഞ്ചിക്കണം, ആഗ്രഹിക്കണം. भविष्यवाणी को तुम चाहना है. അന്യഭാഷയിൽ സംസാരിക്കുന്ന വിലക്കയും വേണ്ട. अन्य भाषा से तुम बातें करना है, उसको मना ना करना. പക്ഷെ അതെല്ലാം ചന്തമായും ഉചിതമായും വേണം നടക്കാൻ. लेकिन वो सब सारी बातें सभ्यता और क्रमानुसार ही होना चाहिए. അപ്പൊ ക്രമമില്ലാത്ത പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ये क्रमानुसार नहीं चलने वाला कई सारे जगह में देखता है. ഇന്ന് അന്യഭാഷ പറയുന്നത് തന്നെ ചിലർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുക. अन्य भाषा बोलना कई लोगों के लिए बहुत तकलीफ की बात बन गया है. എന്നാൽ ഈ കൂട്ടായ്മയിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളെ ഓർത്ത്, ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. लेकिन इस सभा में सुबह से उठकर बैठ के अन्य भाषा में बातें करने वाला प्रभु के दास दासियों के लिए मैं परमेश्वर को धन्यवाद करता हूँ. ഈ പറയുന്ന അന്യഭാഷയൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ये हम बोलते हुए सारे अन्य भाषा हमारा जीवन के अनुग्रह के कारण बन जाए. പക്ഷെ അതും വചനത്തിൽ പൗലോസിൽ കൂടെ ദൈവാത്മാവ് പറയാണ്, ഉചിതമായിട്ടും ക്രമമായിട്ടും വേണം നടക്കാൻ. लेकिन वो भी परमेश्वर के वचन में पौलुस ऐसा कहता है कि वो सभ्यता और क्रमानुसार ये काम होना चाहिए. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു ദൂത് പറയാൻ ഒരാളുടെ തലയിലോട്ട് കൈവച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി അങ്ങ് അന്യഭാഷയിലാകും. क्यों ऐसा बोलने के कारण है, एक परमेश्वर की वाणियां सुनाने के लिए एक बहन के सिर पे हाथ रखने के समय वो अन्य भाषा में भर जाता है. അതിന്റെ അർത്ഥം അത് ഉചിതമല്ല, അത് ക്രമമല്ല. उसके मतलब यह है कि वो सभ्यता नहीं है, वो क्रमानुसार नहीं है. ചിലരാണ് പിന്നെ കരയുമായിരിക്കും, ദൂത് പറയാൻ അങ്ങോട്ട് കൈവച്ച് കഴിയുമ്പോഴത്തേക്ക് കരഞ്ഞ് മൂക്കി കൂടെ ചീറ്റി ഒലിപ്പിച്ച് തുണിയിലൊക്കെ തൂത്ത് വല്ലാതാകും. कुछ लोग ऐसा है कि जो उनका सिर पे हाथ रखेंगे भविष्यवाणी बोलने के लिए, ऐसा रोते हुए उधर उसका नाक से पानी सब आके पूरा गंदा कर देता है. ഞാൻ പലരോടും പറയാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോ നിങ്ങൾ മിണ്ടാതെ അങ്ങ് ഇരുന്നാ മതിയെന്ന്. मैंने कई लोगों से ऐसा कहता है कि मैं तुम्हारे लिए प्रार्थना करने के समय तुम चुपचाप बैठ जाओ. നിങ്ങൾ കരയും വേണ്ട, നിങ്ങൾ അന്യഭാഷ പറയുകയും വേണ്ട, നിങ്ങൾ മൗനമായിട്ട് അങ്ങ് ഇരുന്നാ മതി. तुम रोने की भी जरूरत नहीं है, अन्य भाषा बोलने की भी जरूरत नहीं है, तुम चुपचाप बैठ जाओ. അങ്ങനെ ഇരുന്നെങ്കിലേ വല്ലതൊക്കെ ഉണ്ടേ പുറത്തു വരത്തുള്ളൂ. ऐसा बैठेगा तो कुछ है तो वो बाहर आएंगे. ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചില ആത്മാക്കളൊക്കെ ഉണ്ട്, അത് പുറത്തോട്ട് വരത്തില്ല. हाँ, अन्य भाषा ऐसा बोलते रहेगा तो कुछ आत्मा ऐसा है वो बाहर प्रकट नहीं होता है. കഴിഞ്ഞ ആഴ്ച ഞാൻ ആലപ്പുഴ ഒരിടത്ത് ചെന്നപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരിയും കൊച്ചും സ്തോത്രം പറയാം. ഞാൻ പറഞ്ഞു, സ്തോത്രം ഒന്നും പറയണ്ട, നിങ്ങൾ മൗനമായിട്ടിരിക്കെ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. आलपुरा में एक जगह में ऐसा सेवकाई के लिए गया, वहां पर प्रार्थना करने के समय एक बहन ने ऐसा बैठ के अन्य भाषा बोलने शुरू किया. मैंने उनको बोला, अब ऐसा मत करो, आप थोड़ा शांत होके बैठो, मैं आपके लिए प्रार्थना कर रहा हूँ. അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയും മോളും പറഞ്ഞ് തറയിൽ പോയി. ऐसा प्रार्थना कर रहा था, ऐसा बोल के जब प्रार्थना शुरू किया तो माँ बेटा निकल गया. സ്തോത്രം. മാത്രമല്ല, ആ കൊച്ചിന്റെ ശരീരത്തിൽ അകത്തുണ്ടായിരുന്ന കൈവശമൊക്കെ ഛർദ്ദിക്കാനിടയായി.
क्योंकि वो बच्चे के शरीर में कुछ खिलाया हुआ था, वो सब उल्टी करने लगा। അപ്പോ ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, രക്തജയം പറഞ്ഞു, സ്വോത്രം പറഞ്ഞു, അന്യഭാഷ പറഞ്ഞുകൊണ്ട് വരുന്ന അകത്ത് വേറെ വല്ലതൊക്കെ ഇരിപ്പുണ്ടെ പുറത്തു വരത്തില്ല. ऐसा हमें कहने के मतलब ये है, तुम लघु की जय या अन्य भाषा बोलते ऐसा बैठेगा, जो अंदर कुछ बैठा हुआ है वो बाहर प्रकट नहीं होगी। ഈ ചിലർക്ക് കൈ അങ്ങോട്ട് തലയിലോട്ട് വെക്കുമ്പോഴാണ് അന്യഭാഷയൊക്കെ വരുന്നത്. कुछ लोगों को ऐसा है, उनके सिर पे हाथ रखने के समय अन्य भाषा आता है। അപ്പൊ ഇവിടെ വചനത്തിൽ പൗലോസ് പറയുകയാണ് എല്ലാം ക്രമമായിട്ട് വേണം നടക്കാൻ. हाँ, पर जो वचन बोलने के बाद पौलुस यही कहता है, क्रम अनुसार सब कुछ करना है। അപ്പൊ ഇതൊക്കെ ഒന്ന് ക്രമപ്പെടുത്താനാണ് ഞാൻ നിന്നെ ഇവിടെ ആക്കി വെക്കുന്നത്. ये सब क्रमानुसार करने के लिए मैंने तुम्हें यहाँ पर रखा है। അപ്പൊ ചിലയിടങ്ങളിൽ ദൈവം നമ്മളെ ആക്കി വെക്കുന്നത് ചിലരെ ക്രമപ്പെടുത്താനാണ്. कई जगह में कई समय परमेश्वर हमें इसलिए रखता है कि कई लोगों को क्रमानुसार करने के लिए। ഞാൻ വിശ്വസിക്കുന്നു ഈ ഗോഡ്സ് മിഷൻ ഇങ്ങനെ ആരംഭിച്ചതും ചിലരെ ക്രമപ്പെടുത്താനാണ്. मैं ये विश्वास करता हूँ, गॉड्स मिशन ऐसा जो सेवकाई शुरू किया है कुछ लोगों को क्रमानुसार ले आने के लिए। ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിനകത്ത് വന്നേ പിന്നെ പാസ്റ്ററെ ഒന്ന് സംസാരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ കഴിഞ്ഞത് അത് ക്രമമാ. कुछ लोग ऐसा कहता है, पास्टर मैं इसमें जुड़ने की बात प्रार्थना करने के लिए, कुछ बातें करने के लिए मैंने शुरू किया है, ये है जो क्रमानुसार। അതുവരെ സഭയിൽ പോയിരുന്ന രണ്ട് അന്യഭാഷയും പറഞ്ഞ് അവര് പറയുന്നതെല്ലാം കേട്ടാ ചെയ്യുമായിരുന്നു. ഇപ്പൊ 4 കാര്യം പറയാനുള്ള പ്രാപ്തി ആയെങ്കിൽ ദൈവം നിന്നെ ക്രമപ്പെടുത്തിയതാ. आमीन। तब तक तुम कलीसिया में जाके तो अन्य भाषा बोल के वो बोलते हुए सुन के बैठा है, अभी तुम 4 बातों को कहने के लिए जब प्राप्त हुआ है तो तुम क्रमानुसार अभी आया है। ആ ക്രമത്തിലേക്ക് നിന്നെ കൊണ്ടുവരാനാ ഈ പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കി. उसी क्रमानुसार तुम आने के लिए इस प्लेटफॉर्म परमेश्वर तुम्हारे लिए तैयार किया है। അപ്പൊ നേരത്തെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുന്നത്. जो पहले हम थे उसी अवस्था से क्रमानुसार एक व्यवस्था में ले आने के लिए परमेश्वर ऐसा जो प्लेटफॉर्म हमारे लिए तैयार करते हैं। പ്രാർത്ഥനയുടെ സമയമായെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ബാക്കി ഒന്ന് പറയണമെന്നുണ്ട്. ചില കാര്യങ്ങൾ മാത്രം ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും. हमें प्रार्थना का समय आया है करके लगता है, इसलिए मैं कुछ बातों को शीघ्र बोल के खत्म करूंगा। കാരണം പുതിയ തലയൊക്കെ കാണും. അപ്പൊ ഇനിയും സമയമായെന്ന എന്റെ ചിന്ത. नया सिरों को देखा है, सभी मुझे लगता है कि प्रार्थना का समय हो चुका है। അപ്പൊ ഒന്ന് കാര്യങ്ങൾ ക്രമത്തിലാക്കണം. एक तो हमारे सारे बातों को क्रमानुसार ले आना है। 2 ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കണം. दूसरा बात यह है कि मैंने तुम्हें बताया जैसा तुम आमीन हर एक जगह में जो प्राचीनों को नियुक्त करे, हर नगर में। ഇപ്പൊ പൗലോസ് തീത്തോസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ നിലകളിൽ അവിടെ ചിലരെ ആക്കി വെക്കാനും ആ നിലകളിൽ ചിലത് അവിടെ പറയാനുമാണ് തീത്തോസിനെ ആക്കി വെച്ചത്. पौलुस तीतुस को उस जगह में इसलिए रखा है कि वहां पर कुछ बातों को सुधारने के लिए, कुछ बातों को कहने के लिए और कुछ लोगों को वहां पर नियुक्त करने के लिए। അവിടെ ചില മൂപ്പന്മാരെ ആക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. वहां पर कहता है कुछ प्राचीनों को तुम वहां पर नियुक्त करे। ആ മൂപ്പന്മാര് എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. उससे जो प्राचीन लोग कैसा होना चाहिए वो बातों को भी यहाँ कहते हैं। ഇന്ന് പലയിടത്തും മൂപ്പന്മാരുണ്ട്, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ആണോ എന്നാ സംശയം. आज कई जगह में ये प्राचीन लोग है, लेकिन ये बोला हुआ जैसा लोग है क्या वो संदेह है। പിന്നെ പൗലോസ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, പൗലോസ് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. दूसरा पौलुस ने उसको बोला है कि मैंने तुम्हें जो आज्ञा दी है वैसा ही तुम करना है। അതുകൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്താം. वो बोलकर मैं यहाँ पर समाप्त करूंगा। ആ 1-ാം അധ്യായം തീത്തോസ് ലേഖനം 1-ാം അധ്യായം 10-11 വാക്യം വായിക്കുമ്പോൾ तीतुस का पहला अध्याय उसके 10-11 आयतम पढ़ने के समय വൃഥാവാചാലന്മാരും മനോവഞ്ചകരുമായി വഴങ്ങാത്തവരുമായ പലരും ഉണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ, അവരുടെ വായടപ്പിക്കണം. यहाँ पर कहता है क्योंकि बहुत से लोग जो निरंकुश और बकवादी और धोखा देने वाला है, विशेष करके खतना वालों से जो इनका मुंह तो बंद करना। അവിടെ നിന്നെ ഞാൻ ആക്കി വെക്കുന്നത് എല്ലാവരുടെയും വാ തുറപ്പിക്കാനല്ല, ചിലരുടെ വായ അടയ്ക്കാനാ.
वहां पर मैं तुमको नियुक्त किया इसी कारण है कि सबका मुंह खोलने के लिए नहीं है, कुछ लोगों का मुंह बंद करने के लिए। നമ്മളെല്ലാം പ്രസംഗിക്കുമ്പോ പറയും വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം, ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാം. എന്നാൽ പൗലോസ് ഇവിടെ പറയുക, നീ ഒന്നും കൂടുതൽ പറയേണ്ട, മാത്രം ഹല്ലേലൂയ, നിന്റെ വായ അടയ്ക്കാൻ പറ. कुछ लोग है हमें ऐसा कहता है तुम मुंह खोल कर हालेलुया बोलो, उनके शब्द से कहो, ऐसा कहते हैं। लेकिन पौलुस कहता है तो ऐसा जो लोग है तुम ज्यादा मुंह खोलना जरूरी नहीं है, तुम अपना मुंह बंद करो। അത് ആരൊക്കെയാണ്? വൃഥാ വാചാലന്മാർ, वो कौन कौन है? जैसा बकवादी करने वाला है, പ്രയോജനമില്ലാത്ത വാക്കുകൾ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ, जो प्रयोजन नहीं है ऐसा बातों को निरंतर बोलते रहने वाला लोग। നമ്മുടെ അല്ലാത്ത എന്തെങ്കിലും കാര്യം നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എന്തോ പ്രയോജനം? हमें जैसा कुछ फायदा नहीं है, ऐसा जो बातों को निरंतर बोलते रहेगा तो क्या फायदा है? ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ തുടർമാനമായി പറഞ്ഞുകൊണ്ടിരുന്ന എന്തോ പ്രയോജനം? परमेश्वर का जो इच्छा नहीं है ऐसे बातों को निरंतर बोलते रहने से क्या फायदा है? അങ്ങനെയുള്ളവരുടെ വായ അടപ്പിക്കേണ്ടതിന് അല്ലെങ്കിൽ അടയ്ക്കേണ്ടതിനാണ് ഞാൻ നിന്നെ ഇവിടെ ആക്കി വെക്കുന്നത്. ऐसे वालों का जो मुंह है बंद कराने के लिए मैं तुमको यहाँ पर रखा है। രണ്ടാമത് മനോവഞ്ചകന്മാർ, दूसरा ऐसा जो लोग है जो धोखा देने वाला। മൂന്നാമത് വഴങ്ങാത്തവർ, तीसरा बात है जो आमेन किसी का भी जो बातों को ना सुनने वाला। ദൈവദാസന്മാർക്ക് വഴങ്ങാത്ത, परमेश्वर का दासों का जो अधीन नहीं होता है, ദൈവവചനത്തിന് വഴങ്ങാത്ത, परमेश्वर के वचन के अधीन नहीं होता है, ദൈവാത്മാവിന് വഴങ്ങാത്തവർ എല്ലാ സഭകളിലും ഉണ്ട്. परमेश्वर के आत्मा के अधीन ना रहने वाला कई सारे लोग सभी कलीसिया में होते हैं। ഈ വഴങ്ങാത്തവന്റെ എല്ലാം വായടപ്പിക്കണം, അതിനെ ഇവിടെ ആക്കി വെച്ചേക്കുന്നു. जैसा अधीन नहीं रहता है उनका मुंह बंद करने के लिए मैंने तुम्हें यहाँ नियुक्त किया है। രണ്ടാമത് ഞാൻ നിന്നെ ഇവിടെ ആക്കി വെക്കുന്നത് എന്തിനാണ്? 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കണം. जैसे दूसरा बात है कि 14 आयत में हम देखते हैं कि और वे यहूदियों की कथा कहानियों और उन मनुष्यों की आज्ञाओं पर मन ना लगाए जो सत्य से भड़क जाते हैं, उनका मुंह बंद करना है। പക്ഷെ ഇന്ന് എന്തിനു പറയുന്നു? ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടവും അതാ. अभी क्या बोलूं, आजकल ज्यादा से ज्यादा लोग यही चाहता है। കഥകൾ കേൾക്കുന്ന അവർക്ക് ഇഷ്ടം. वो कथा या कहानियां सुनने के लिए उनको अच्छा लगता है। ദാവീദിന്റെയോ ഗോലിയാത്തിന്റെയോ ഏലിയാവിന്റെയോ ദാനിയേലിന്റെയോ അബ്രഹാമിന്റെയോ ഒക്കെ കഥ കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം. एलिया, एलीशा या दानियल, अब्राहम और गोलियात, दाऊद, इनका सब कथा या कहानियां सुनने के लिए सबको अच्छा लगता है। ഈ കഥകളെ ശ്രദ്ധിക്കരുതെന്നാ പൗലോസ് പറയുന്നേ. पौलुस यहाँ कहता है ये कहानियों पर तुम ध्यान ना देना। അത് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ താൻ പറയുന്നുണ്ട്, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ വിരിയുന്ന കാലം വരുമെന്ന്. जैसे दूसरा तीमुथियुस के 4:4 में लिखा है कि जैसे अंतिम दिनों में ऐसा जो कहानियों को सुनने के, कथाओं को सुनने के लिए लोग आएंगे। തീമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുക, ഭക്തി വിരുദ്ധമായ കിഴവി കഥകളെ ഒഴിഞ്ഞിരിക്കാൻ. हमें जो पहला तीमुथियुस 4 अध्याय उसके 7वां आयत में कहता है, पर अशुद्ध और बुढ़ियों की सी कहानियां से अलग रह। അപ്പൊ ഈ കഥകൾ കേൾക്കാനല്ല നമ്മൾ ദൈവസനി വരേണ്ടത്, പ്രമാണം അതെ കേൾക്കുവാനാ. ऐसा कहानियों को सुनने के लिए हम परमेश्वर के पास नहीं आना है, परमेश्वर की व्यवस्था सुनने के लिए। ഞാനിത് പറയാൻ കാരണം നമ്മുടെ സഭകളിലൊക്കെ ശരിയായ ഉപദേശം പഠിപ്പിക്കണം. मैं ये बोलने के कारण ये हमारे कलीसिया में सच्चा उपदेश को सिखाना जरूरी है। പലപ്പോഴും ഉപദേശങ്ങളല്ല സഭയിൽ. ഞാനൊരിടത്ത് പ്രസംഗിച്ചപ്പോ, ഞാൻ സഭാചാർജിൽ അവിടെ ഇരിക്കുമ്പോ അവിടുത്തെ ഒരു അച്ചായൻ സഭായോഗത്തിന് എഴുന്നേറ്റ് പറയുക, പാസ്റ്റർ ഇങ്ങനെയുള്ള ഉപദേശം ഒന്നും ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾക്ക് സിമ്പിൾ ഗോസ്പൽ മതി. मैंने एक कलीसिया में पासवान होकर रहने के समय वहां का एक
अंकल खड़ा हो कि ऐसा बोला, पास्टर आप ऐसा जो वचन को हमें मत सुनाइए, ऐसा जो व्यवस्था को मत सुनाइए, हमको एकदम सिंपल सुसमाचार चाहिए। ഞാൻ ആ ആഴ്ച പിന്നെ പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ആഴ്ചയായപ്പോ ഞാൻ ആ വിഷയം ഒന്ന് ചെറുതായിട്ട് എടുത്തു തൊട്ടു. मैंने उस दिन मुझे बोलने के लिए समय नहीं था, दूसरा हफ्ता मैं उस वचन को लेके बातें की। ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഗോസ്പലാണോ അല്ലെങ്കിൽ സുവിശേഷമാണോ വേണ്ടത്, ഉപദേശമാണോ എന്ന് ചോദിച്ചു. मैं उनको यही पूछा, तुमको सुसमाचार चाहिए क्या या उपदेश चाहिए? ഈ ഗോസ്പൽ എന്ന് പറയുന്നത് സുവിശേഷമാ, അത് രക്ഷിക്കപ്പെടാത്തവർക്കുള്ളതാ. जो सुसमाचार बोलेगा तो वो उद्धार नहीं पाया हुआ लोगों के लिए है। എന്നാൽ ഉപദേശം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളതാ. लेकिन उपदेश क्या है? वो उद्धार पाया हुआ व्यक्ति कैसा चाल चलना चाहिए। അത് പറയേണ്ടിടത്ത് കെട്ടുകഥ പറഞ്ഞ് സമയം കളയുകയല്ല, മറിച്ച് ദൈവിക ഉപദേശം വ്യക്തമായി ജനത്തെ പഠിപ്പിക്കുകയാണ് ആവശ്യം. वो बोलने के जगह में कुछ कहानियां बोल के समय व्यर्थ करने के लिए नहीं है, वहां पर उपदेश सिखा के लोगों को सीधा मार्ग में ले आना चाहिए। ഒന്ന്, യഹൂദ കഥകളെയും, രണ്ട്, സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കരുത്. हमें एक यहूदी कहानियां और जो सच्चाई छोड़ के जाने वाले लोग हैं उनको तुम ध्यान ना देना। ഒന്ന് കഥകൾ വിട്ടകലുക, രണ്ട് സത്യത്തിൽ നിൽക്കുക. एक कहानियां छोड़ के दूर हो जाओ, दूसरा बात है तुम सच्चाई में खड़ा हो जाना। സത്യം വിട്ട് മാറത്തക്ക ഉപദേശങ്ങളാ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത്. क्योंकि सच्चाई छोड़ के जाने का उपदेश हमको कभी कभी मिलते हैं। അത് എന്താണ്? സത്യം എന്താണ്? സത്യം യേശു ക്രിസ്തുവാണ്. वो सच्चाई क्या है? वो सच्चाई प्रभु यीशु मसीह है। യേശു ക്രിസ്തുവിന്റെ ഉപദേശമാണ് നമുക്ക് വേണ്ടത്. यीशु मसीह के उपदेश हमें चाहिए। യേശു ക്രിസ്തുവിന്റെ അടുക്കൽ എത്താനുള്ള ഉപദേശമാണ് നമുക്ക് വേണ്ടത്. यीशु मसीह के पास पहुंचने का जो उपदेश हमें चाहिए, അല്ലാതെ നിർമ്മിത കഥകളല്ല, കെട്ടുകഥകളല്ല, യഹൂദ കഥകളല്ല. जैसे बनाया हुआ कहानियां या यहूदी कहानियां के जरूरी नहीं है। അപ്പൊ ഒന്ന് ഞാൻ ഓർപ്പിച്ചത്, ചിലരുടെ വായ അടയ്ക്കേണ്ടതിനാ ഞാൻ നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത്. आमीन। एक ये है कि कुछ लोगों के जो मुंह बंद करने के लिए मैं तुम्हें यहाँ छोड़ के जा रहा हूँ। രണ്ട്, ഞാൻ നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതിന്റെ ഉപദേശം ഇവരെ കഠിനമായി ശാസിക്കണം. दूसरा बात, मैं यहाँ पर तुम्हें इसलिए रखा है, तुम इसको जैसे अच्छी तरह से डांटना चाहिए। എന്നാൽ ഇന്ന് ശാസിക്കുന്നവരെ കേരളത്തിലെ സഭകൾക്ക് ഇഷ്ടമല്ല. आज डांटने वाले लोगों को केरला का कलीसिया नहीं लेता है। അങ്ങനെയുള്ള ദൈവദാസന്മാർക്ക് അവസരവുമില്ല. ऐसा वाला प्रभु के दास लोगों को मौका भी नहीं मिलता है। നിങ്ങൾ എന്ത് എഴുന്നേറ്റ് വന്നാലും നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ഉപദേശിമാരെ ഇഷ്ടം. तुम जो कुछ करके आओ तुमको परमेश्वर आशीर्वाद देंगे, ऐसा बोलने वाला उपदेशी लोगों को पसंद करता है। അപ്പൊ ശാസിക്കാൻ അവസരം കിട്ടിയ വിടരുത്. ഞാൻ പറയുന്നത് നന്നായി ശാസിക്കണം. जब ये डांटने का जो अवसर मिलेगा तो अच्छा से उसको डांटना है, उनको ऐसा ना छोड़ना। ലൂക്കോസ് 17:3 വായിക്കുമ്പോൾ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കാനാ പറയുന്നത്. लूका 17 में लिखा है कि अगर तुम्हारा भाई अगर बिगड़ गया है उसको डांटो। 1 തിമോഥെയോസ് ലേഖനം 5:20 പറയുന്നു, ഭയത്തിനായി എല്ലാവരും കേൾക്കാൻ ശാസിക്കണം. आमीन। वचन कहता है कि तो क्योंकि बाकी लोग भी डरने के समान तुम सभी लोग सुनने के जैसा तुम उसको डांटना। അല്ല, എല്ലാരെയും അനുഗ്രഹിക്കുമെന്ന് പറയാനല്ല ദൈവം ആക്കി വെക്കുന്നത്, ശാസിക്കേണ്ടത് ശാസിക്കാനാ. सभी लोगों को आशीष देता है करके बोलने के लिए तुमको नहीं रखा है, जो डांटने के जगह में तुम उसको डांटना है। മൂന്നാമത്തെ കാര്യം, രണ്ടാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പത്യോപദേശത്തിന് ചേരുന്നത് നീ പ്രസ്താവിക്കണം. जैसे हमें तीसरा जो बातें कहता है, जो दूसरा अध्याय में लिखा है कि जो परमेश्वर की व्यवस्था के अनुसार तुम उनको समझाना है। സമയമില്ലാത്തോണ്ട് പറഞ്ഞു വിടുക. 2-ാം അധ്യായം 7-ാം വാക്യം, നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കണം. हमें दूसरा अध्याय का उसके 7वां आयत में लिखा है कि तुम सभी का एक आदर्श बन। 2-9-10 വാക്യം വായിക്കുമ്പോൾ കീഴടങ്ങി വിശ്വസ്തരായിരിക്കാൻ കൽപ്പിക്കണം. 9वां आयत हम पढ़ने के समय लिखा है कि सभी लोग अधीन में होके विश्वस्त होके रहने के लिए सिखाओ। അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാ കുഞ്ഞെ ഞാൻ നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ये सभी कामों के लिए बेटा मैं तुम्हें यहाँ पर रखे गया है।
തീത്തോസിനോട് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവം നമ്മളെയും ആക്കി വെച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. तीतोस को रखने के विषय में भी बोला है, परमेश्वर हमें भी रखा है, परमेश्वर का कोई उद्देश्य है। നമ്മളെ എന്തിന് ദൈവം ആക്കി വെച്ചെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. हमें परमेश्वर किस काम के लिए रखा हुआ है करके अच्छी तरह से जो जानने वाले लोगों के लिए मैं परमेश्वर को धन्यवाद करता हूँ। എന്നോട് ചിലരൊക്കെ പറയാറുണ്ട്, ഒരു പാസ്റ്ററെ ഇങ്ങനൊന്നും പ്രസംഗിക്കരുത്, അത് അവർക്കും വളരെ ലളിതമായിട്ട് വളരെ സ്നേഹത്തോടെ വളരെ സൗമ്യതയോടെയൊക്കെ പ്രസംഗിക്കണമെന്ന് പറയാറുണ്ട്. कुछ लोग ऐसा कहता है, पास्टर ऐसा जो भाषण नहीं देना है, एकदम नम्र होके दीन होके हमें थोड़ा हल्का से उनको समझाना है। എന്നാൽ എനിക്ക് പലപ്പോഴും എനിക്ക് ദൈവം തന്നൊരു ശൈലിയുണ്ട്, അത് വിട്ടുകളയാൻ പറ്റത്തുമില്ല. लेकिन परमेश्वर मुझे दिया हुआ एक शैली है और मुझे छोड़ नहीं सकता है। ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പലതും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. എന്നാൽ നന്നായി ദൈവിക ഉപദേശം പറയാൻ ദൈവം തരുന്ന വചനങ്ങൾ പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. कई बार मैं भी कोशिश करता हूँ लेकिन पराजित होता है, लेकिन परमेश्वर देते हुए वचन को वैसा ही बोलने से बहुत आनंद है। ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. നമ്മെ ചിലടത്ത് ദൈവമാക്കി വെക്കുന്നത് നമ്മളെ ക്രമപ്പെടുത്താനും മറ്റുള്ളവരെ ക്രമപ്പെടുത്തി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാനുമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആകയാൽ നമ്മൾ ക്രമപ്പെടുക, നമ്മോട് ഒപ്പമുള്ളവരെ ക്രമപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ക്രമപ്പെടുത്തുക. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. हमें इसलिए रखा है कि हम परमेश्वर की व्यवस्था के अनुसार चले, हम अपने आप को परखे, अपने जिंदगी को सीधा ले आ जाए और वैसा ही दूसरों को भी सीधा मार्ग में चलाने के लिए परमेश्वर हमें नियुक्त किया है। इन वचनों से प्रभु हम सबको आशीष करे।